ഭാരത് ടിവിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ടെക് സപ്പോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മിസ്റ്റർ ധേനുജി നായരാണ്. അദ്ദേഹത്തിന് നമ്മളോട് എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം. സ്വാഗതം ഭാരത് ടിവിയിലേക്ക്. ഭാരത് ടി വി പ്രേക്ഷകർക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. നന്ദി അനന്യ തോമസ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്മാർട്ട് മീറ്ററിനെ കുറിച്ചും അതുപോലെ നമ്മുടെ യൂട്ടിലിറ്റി ഇൻഡസ്ട്രീസിനെ കുറിച്ചും. നമ്മൾ തീർച്ചയായിട്ടും കേരളത്തിൽ ഇലക്ട്രിസിറ്റി ഇൻഡസ്ട്രിയെ കുറിച്ച് കേട്ടിട്ടുള്ള ധാരാളം മലയാളികളുണ്ട്. അവർക്ക് യൂട്ടിലിറ്റി എന്താണ്, ഓസ്ട്രേലിയയിലെ ഇലക്ട്രിസിറ്റി ഇൻഡസ്ട്രി അല്ലെങ്കിൽ യൂട്ടിലിറ്റി ഇൻഡസ്ട്രി എന്താണ് എന്നതിനെക്കുറിച്ചും ഉള്ള ഒരു ചെറു വിവരണമാണ് നമ്മൾ ഇന്ന് നൽകാൻ പോകുന്നത്. ഇപ്പോൾ താങ്കളിപ്പോൾ സ്മാർട്ട് മീറ്റർ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്? സ്മാർട്ട് മീറ്റർ ഇൻഡസ്ട്രിയിലല്ല ഞാൻ വർക്ക് ചെയ്യുന്നത്, പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഓസ്ട്രേലിയയിലെ യൂട്ടിലിറ്റി ഇൻഡസ്ട്രിയിലാണ്. യൂട്ടിലിറ്റി ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ കേരളത്തിൽ നിന്ന് അടുത്ത കാലത്ത് എത്തിയ ആളാണെന്നാണ്. ശരിയാണല്ലേ? 2 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഒരു പുതിയ ആളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിങ്ങൾക്ക് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് വളരെ അടുത്തൊരു ബന്ധമുണ്ട് അല്ലെ? നിങ്ങളുടെ എല്ലാ വീട്ടിൽ കറണ്ട് തരുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡാണ് അല്ലേ? അപ്പോൾ അതൊരു ഇൻഡസ്ട്രിയാണ് കേരളത്തിൽ. തമിഴ്നാട് ഇൻഡസ്ട്രി സ്റ്റേറ്റ് ബോർഡുണ്ട്, അങ്ങനെ പല ബോർഡുകളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. പക്ഷെ ഇവിടെ അത് കാണുന്നത്, ഓസ്ട്രേലിയയിൽ അത് കാണുന്നത് വേറൊരു രീതിയിലാണ്. അതിനെ ഇലക്ട്രിസിറ്റി, വെള്ളം, അതുപോലെ ഗ്യാസ്, ഇത് മൂന്നും ചേർത്ത് അവർ യൂട്ടിലിറ്റി എന്നൊരു ഇൻഡസ്ട്രി ഫോം ചെയ്തിട്ടുണ്ട്. ഇത് മൂന്നോട് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്ന ഒരു വാക്കാണ് യൂട്ടിലിറ്റി ഇൻഡസ്ട്രി. അത് നമ്മുടെ ഇവിടെ ഓസ്ട്രേലിയയിൽ റെഗുലറൈസ് ചെയ്തിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഞാൻ റെഗുലറൈസ് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഇലക്ട്രിസിറ്റി ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നത് ഗവൺമെന്റിന്റെ കീഴിലാണ്. മിക്കവാറും എല്ലാ സ്ഥലത്തും. ചിലപ്പോൾ ബോംബെ ഒരു എക്സെപ്ഷണൽ ആയിരിക്കും, അവിടെ ടാറ്റ ആയിരിക്കാം പവർ ചെയ്യുന്നത്. ബാക്കി എല്ലാ സ്ഥലത്തും ഗവൺമെന്റ് ആണ്. പക്ഷെ നമ്മുടെ ഇവിടെ ഇത് ചെയ്യുന്നത് പല പ്രൈവറ്റ് കമ്പനികളാണ്. എനിക്കറിയത്തില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന്. ഓറിജിൻ എനർജി എന്നോ പവർ കോർന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല പേരുകൾ, യുണൈറ്റഡ് എനർജി എന്നോ ജെമിനോ, ഇങ്ങനെ പല പേരുകളിലുള്ള പ്രൈവറ്റ് കമ്പനികളാണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഗവൺമെന്റിന്റെ ഒരു റൂളിന് കീഴിലാണ്. അതാണ് ഇത് റെഗുലേറ്റഡ് ഇൻഡസ്ട്രിയാണ് നമ്മൾ അറിയപ്പെടുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി ഇൻഡസ്ട്രി. യൂട്ടിലിറ്റി ഇൻഡസ്ട്രി എന്ന് ഞാൻ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് വെള്ളം, ഗ്യാസ്, അതുപോലെ ഇലക്ട്രിസിറ്റി, ഇത് മൂന്നും ചേർന്ന യൂട്ടിലിറ്റി ഇൻഡസ്ട്രിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ നാടും ഇവിടുമായിട്ടുള്ള ഇൻഡസ്ട്രിയിലുള്ള വ്യത്യാസം. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. പക്ഷെ ഞാൻ യൂട്ടിലിറ്റി സ്മാർട്ട് മീറ്റേഴ്സിനെ കുറിച്ച് ഞാൻ കേൾക്കാനിടയായി. ശരിക്കും എന്താണ് സ്മാർട്ട് മീറ്റർ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? എന്താണ്? അനന്യ ഒരു വളരെ നല്ല ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അനന്യ തോമസ് ചോദിച്ച ഒരു ചോദ്യം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇവിടെയുള്ള എല്ലാ മലയാളികളും മാത്രമല്ല, ഇന്ത്യക്കാരും മറ്റുള്ള എല്ലാ ഭാഷക്കാരും ചോദിക്കാൻ ചേർത്ത് വെച്ച ഒരു ചോദ്യമാണ്, എന്താണ് സ്മാർട്ട് മീറ്റർ? നിങ്ങൾക്കറിയാം, ഇന്നിവിടെ എല്ലാ വീടുകളിലും മിക്കവാറും നമുക്ക് ഇപ്പോൾ വിക്ടോറിയയിൽ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിന്തം കൗൺസിലിൻ്റെ കീഴിൽ എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ വീടുകളിലും സ്മാർട്ട് മീറ്റർ വെച്ചിട്ടുണ്ട്. അവരുടെ പഴയ മീറ്റർ റീപ്ലേസ് ചെയ്ത് സ്മാർട്ട് മീറ്റർ എന്ന ഉപകരണം വെച്ചിട്ടുണ്ട്. പക്ഷേ അത് എന്തിനാണെന്നോ എങ്ങനെ യൂസ് ചെയ്യാവുന്നോ അറിയാവുന്ന അല്ലെങ്കിൽ വിരലിലുണ്ടാവുന്ന ആൾക്കാർ മാത്രമേ നമുക്കിവിടെ ഉള്ളൂ. അപ്പോൾ ഒരു നല്ല ചോദ്യമാണ്, ധാരാളം ആൾക്കാർ എന്നോട് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് പറയുമ്പോൾ, സ്മാർട്ട് മീറ്ററിനെ കുറിച്ച് പറയുമ്പോൾ, നേരത്തെ നിങ്ങൾക്കറിയാം ഒരു മീറ്റർ നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അത് ഒരു ഡയൽ കറങ്ങിക്കൊണ്ടിരുന്നതായിട്ട് നമുക്കറിയാം. ആ ഡയലിൽ നിന്നായിരുന്നു നമ്മുടെ മീറ്റർ റീഡിങ്സ്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ അറിയാം, നേരത്തെ ഒരാൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് മീറ്റർ റീഡിങ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വ്യക്തി അവിടെ വന്ന് നിങ്ങളുടെ മീറ്റർ റീഡിങ് എല്ലാ 3 മാസത്തിലൊരിക്കലും വന്ന് മീറ്റർ റീഡിങ് എടുത്തിട്ട് പോകുമായിരുന്നു. അതിനുശേഷമാണ് നിങ്ങൾക്കൊരു ബില്ല് കിട്ടുക 3 മാസം കഴിയുമ്പോൾ. ഇപ്പോൾ കഴിഞ്ഞ പുതിയ സ്മാർട്ട് മീറ്റർ വന്നതിന് ശേഷം നിങ്ങളുടെ ആരുടെ വീട്ടിലും ഒരു മീറ്റർ റീഡറും വന്നിട്ടുണ്ടാവില്ല. അവർ വന്ന് റീഡിങ് എടുത്തിട്ടുണ്ടാവില്ല. കാരണം സ്മാർട്ട് മീറ്റർ നിങ്ങളുടെ എല്ലാ റീഡിങ്ങും ഈ കമ്പനികളിലേക്ക് ഇമീഡിയറ്റ് ആയിട്ട് അയച്ചു കൊടുക്കുന്നു. അത് 1 മണിക്കൂർ ഇടവിട്ട് എല്ലാ മീറ്ററുകളും നിങ്ങളുടെ മീറ്റർ റീഡിങ്സ് അത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ മീറ്റർ സ്ഥാപിച്ചിരിക്കുന്ന കമ്പനിയിലേക്ക് ഈ റീഡിങ്സ് പോയിക്കൊണ്ടിരിക്കുന്നു. അതാണ് സ്മാർട്ട് മീറ്ററിൻ്റെ ഒരു പ്രത്യേകത. ഒന്ന്, അത് ഓൺലൈനായിട്ട് റീഡിങ് പോയിക്കൊണ്ടിരിക്കുന്നു. അത് എല്ലാ 24 മണിക്കൂറും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു നോൺ സ്റ്റോപ്പായിട്ട്. അതുകൊണ്ട് നമുക്കൊരു മീറ്റർ റീഡറുടെ ആവശ്യമില്ല. അത് സ്മാർട്ട് മീറ്ററിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത് നിങ്ങൾക്കും ചെക്ക് ചെയ്യാം. നിങ്ങൾ അതിൻ്റെ മുകളിൽ അവിടെ ഗ്ലാസ് ഉണ്ട്, ആ ഗ്ലാസ്സിൽ കൂടി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങളുടെ റീഡിങ് എത്രയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതാണ് സ്മാർട്ട് മീറ്റർ കൊണ്ടുള്ള ഗുണങ്ങളിൽ ഒരെണ്ണം. നമ്മൾ സ്മാർട്ട് മീറ്റർ യൂസ് ചെയ്യുമ്പോൾ ശരിക്കും നമ്മളുടെ ബിൽസിൽ, യൂട്ടിലിറ്റി ബിൽസിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ നമുക്ക് എന്തെങ്കിലും സേവിങ്സിന് സ്കോപ്പ് ഉണ്ടോ? എന്താണ് അതിന്റെ കുറിച്ച്? അത് തീർച്ചയായിട്ടും നമ്മൾ മുമ്പേ ആദ്യം ചോദിച്ച ക്വസ്റ്റിനോട് അനുബന്ധിച്ച് നിൽക്കുന്ന, അതായത് എന്താണ് സ്മാർട്ട് മീറ്റർ, അതുകൊണ്ടുള്ള ഗുണങ്ങൾ, എനിക്ക് പൈസ കൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടും, അതാണ് എല്ലാവരുടെയും എപ്പോഴും ഉള്ള ചോദ്യം. അതാണ് ഉദ്ദേശവും, ആ മീറ്ററിന്റെ ഉദ്ദേശവും അതാണ്. അതുകൊണ്ട് സേവിങ് ഉണ്ടാക്കുക. അതായത് കൺസ്യൂമർക്ക് മാത്രമല്ല, ഗവൺമെന്റിനും ഇത് ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾക്കും ഒക്കെ സേവിങ് ഉണ്ടാക്കുക എന്നാണ് സ്മാർട്ട് മീറ്ററിന്റെ കൺസെപ്റ്റ് തന്നെ. അത് കൊണ്ടുവന്നിരിക്കുന്നതിന്റെ പ്രധാന കാര്യങ്ങളൊന്ന് അത് തന്നെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് നേരത്തെ അറിയാം, നിങ്ങളുടെ ബില്ലുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റീഡിങ് ശരിക്കും
ഒരിക്കലും ഒറിജിനൽ റീഡിംഗ് ആയിരുന്നില്ല നിങ്ങൾക്ക് അവിടെ കിട്ടിക്കൊണ്ടിരുന്നത്. സാധാരണ കേസിൽ പല സ്ഥലങ്ങളിലും മീറ്റർ കേടാകും, അതുപോലെ മീറ്റർ റീഡേഴ്സിന് എത്താൻ പറ്റില്ല, അങ്ങനെ പല കാരണങ്ങളാൽ റീഡിംഗ് എടുക്കാറില്ല അത്. അപ്പോൾ അവർ ഞങ്ങളുടെ കമ്പനികളിൽ, യൂട്ടിലിറ്റി കമ്പനികളിൽ ഒരു പ്രോസസ്സുണ്ട്. അവർ എസ്റ്റിമേറ്റ് ചെയ്യും, നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് എങ്ങനെ യൂസ് ചെയ്യുന്നു അതിനെ ബേസിൽ എസ്റ്റിമേറ്റ് ചെയ്ത് നിങ്ങൾക്കൊരു ബില്ല് തരും. അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതല്ല, നിങ്ങൾക്ക് കൃത്യമായ റീഡിങ് പോകുന്നതുകൊണ്ട് നിങ്ങളുടെ ബില്ല് കൃത്യമായിരിക്കും. ഒന്ന്. രണ്ട്, ചോദ്യത്തിൻ്റെ പ്രധാന ഭാഗത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബില്ല് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. അവിടെയാണ് നിങ്ങൾ സേവിങ് കൊണ്ടുവരേണ്ടത്. ഈ സ്മാർട്ട് മീറ്ററിൻ്റെ ഉദ്ദേശങ്ങളിൽ ഒരെണ്ണം അതാണ്, നിങ്ങളുടെ ബില്ല് കൺട്രോൾ ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കുക, എപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ പവർ യൂസ് ചെയ്യുന്നത്, ഏറ്റവും കുറവ് പവർ യൂസ് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണമായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ എപ്പോഴാണ് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് ഡിഷ് വാഷർ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ AC ഇടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതെങ്ങനെ സേവ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, പ്രധാനമായിട്ട് നമ്മുടെ എല്ലാ സ്ഥലത്തും പവർ യൂസേജിന് പീക്ക് യൂസേജ്, ഓഫ് പീക്ക് യൂസേജ് എന്ന് പറഞ്ഞ് രണ്ട് രീതിയിലാണ് സാധാരണ കേസിൽ ബില്ല് വരുന്നത്. അത് നിങ്ങളുടെ ബില്ലെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പീക്ക് യൂസേജും ഓഫ് പീക്ക് യൂസേജും ഉണ്ട്. സ്മാർട്ട് മീറ്റർ വന്നതോടുകൂടി ഈ രണ്ട് രീതികളിലും ബില്ല് വരുന്നുണ്ട്. പീക്ക് യൂസേജ് എന്ന് പറഞ്ഞാൽ, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, വൈകിട്ട് ഒരു സാമ്പിൾ പറയുകയാണ്, ഉദാഹരണമായിട്ട് പറയുകയാണ്, 6 തൊട്ട് 8 വരെ അല്ല 9 മണി വരെ പീക്ക് യൂസേജ് ആണ്. ആ സമയത്ത് നമ്മൾ എത്ര കൂടുതൽ പവർ യൂസ് ചെയ്യുന്നു അതിനനുസരിച്ച് റേറ്റ് കൂടും. നേരെ മറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞ വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ ഒക്കെ ഇതിനു മുമ്പോ ഇതിന് ശേഷമോ ഇടുകയാണെങ്കിൽ നമുക്ക് റേറ്റ് വില കുറഞ്ഞ ഇലക്ട്രിസിറ്റി ലഭിക്കും. കാരണം പീക്ക് യൂസേജ് എന്ന് പറഞ്ഞാൽ എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് ഇലക്ട്രിസിറ്റിക്ക് വില കൂടുതലായിരിക്കും. അപ്പോൾ ആ സമയത്ത് കഴിയുന്നത്ര ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാതിരിക്കുക. അപ്പോൾ നമുക്കിത് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട്, ഓഫ് പീക്കും പീക്കും നമുക്ക് അറിയാവുന്നതുകൊണ്ട്, നിങ്ങളുടെ ബില്ല് നോക്കാൻ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട്, മീറ്ററിലുള്ളതുകൊണ്ടും നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഹെവി ആയിട്ടുള്ള എന്ത് എക്യുപ്മെന്റ് ചലിപ്പിക്കുമ്പോഴും ഈ പീക്ക് യൂസേജ് അല്ലെങ്കിൽ ഓഫ് പീക്ക് യൂസേജ് നോക്കി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബില്ലിൽ കാര്യമായ വ്യത്യാസം നിങ്ങൾക്ക് വരുത്താൻ പറ്റും. അതൊരു കാര്യമാണ്. രണ്ട്, ഈ സ്മാർട്ട് മീറ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യം, ഇത് നിങ്ങളുടെ വീട്ടിലുള്ള സ്മാർട്ട് എക്യുപ്മെന്റുകളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞാൽ, നിങ്ങളുടെ ഫ്രിഡ്ജിന് നിങ്ങളുടെ മീറ്ററുമായിട്ട് സംസാരിക്കാൻ പറ്റും. പുതിയ തരം ഫ്രിഡ്ജുകൾക്ക്, പുതിയ തരം AC-കൾക്ക് ഇതൊക്കെ മീറ്ററുകളുമായിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന ഒരു എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ ഒരു അന്തരീക്ഷത്തിൽ എന്ത് സംഭവിക്കും? ഏറ്റവും നല്ല രീതിയിൽ ഓഫ് പീക്ക് കണ്ടുപിടിച്ച് യൂസ് ചെയ്യാൻ സിസ്റ്റത്തിന് തന്നെ പറ്റും. ഈ മീറ്റർ ഈ പുതിയ ഫ്രിഡ്ജിനും പുതിയ AC-ക്കും ഒക്കെ പറ്റും. ആ സമയം നോക്കി ഷട്ട് ഡൗൺ ആവുക, അതുപോലെ വീട്ടിൽ ആളില്ലാത്ത സമയം നോക്കി ഉപയോഗിക്കാതിരിക്കുക, അങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സുകൾ ഈ സ്മാർട്ട് മീറ്റർ. ഇത് സ്മാർട്ട് മീറ്ററിന്റെ പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്മാർട്ട് മീറ്റർ ഇപ്പോൾ മാർക്കറ്റിലേക്ക് വന്നിട്ടേ ഉള്ളൂ. ഇതിനോടനുബന്ധിച്ചുള്ള ധാരാളം ടെക്നോളജികൾ, പുതിയ പ്രോഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇങ്ങനെ വരുന്ന ഫ്രിഡ്ജുകളും AC-കളും അതുപോലുള്ള ബാക്കിയുള്ള ഇലക്ട്രിക്കൽ ഉപകരണങ്ങളിലും എല്ലാം ഇത്തരം ഫീച്ചറുകൾ ഇനി മുതൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്നവർ ഘടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഉപകരണങ്ങളുടെ എല്ലാ യൂസേജ് നമുക്ക്, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ ഓഫീസിലിരിക്കുമ്പോൾ നിങ്ങളുടെ ഫ്രിഡ്ജിന് പവർ വേണോ വേണ്ടോ എന്ന് നിങ്ങൾക്ക് ഓഫീസിലിരുന്ന് തീരുമാനിക്കാൻ പറ്റും. അല്ലെങ്കിൽ TV ഓൺ ആണോ ഓഫ് ചെയ്യണോ എന്നുള്ളത് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഇരുന്ന് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഈ കറണ്ടിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഉപകരണങ്ങളും ഇത്തരം മാറ്റങ്ങൾ നിങ്ങൾ വരുത്തുമ്പോൾ, അത് തുടങ്ങിക്കഴിഞ്ഞു ഓൾറെഡി. അപ്പം വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ബില്ലിൽ സാരമായ വ്യത്യാസം. നിങ്ങൾ എങ്ങനെയാണ് കറണ്ട് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചാണ് ബില്ല് വരുന്നത്. കറണ്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ച് ബില്ല് വരും. അപ്പോൾ ആ ഉപഭോഗം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട്, ഏത് സമയത്താണ് നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത്, കുറവ് ഉപയോഗിക്കുന്നത്, പീക്ക് ടൈം എന്താണ്, ഇത്തരം കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൽ ബില്ല് വലിയ വ്യത്യാസം വരുത്താൻ നമുക്ക് പറ്റും.